നീ തകരുവാൻ എൻ്റെ ദൈവം സമ്മതിക്കരുത്. ഇന്ന് വലിയൊരു തകർച്ച മുമ്പിൽ ഉണ്ടാകുമെന്ന ഭയത്തോടെയോ വേവലാതിയിലോ ജീവിക്കുന്ന ആരെങ്കിലും, വ്യാകുലതയ്ക്കകത്ത് നിൽക്കുന്ന ആരെങ്കിലും ഇപ്പോൾ ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിതിനെ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുക. നിങ്ങളുടെ ജീവിതമോ നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ ലൈഫ് ഒന്നും നഷ്ടമാകുവാനോ തകരുവാനോ ദൈവം സമ്മതിക്കരുത്. ബൈബിളിനകത്ത് കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരും ഒരുമിച്ച് ഒരു യാത്ര ചെയ്യും. യാത്രയുടെ നടുവിൽ വെച്ച് കടല് ഇളകുന്നു, വലിയ കാറ്റുണ്ടാകുന്നു, വലിയ ഒരു പ്രതിസന്ധി. അവർ തകരുമെന്ന് അവർ വിചാരിച്ചു. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിങ്ങൾക്ക് വിചാരമില്ലയോ എന്നുള്ള ചോദ്യത്തിന് നടുവിൽ ദൈവവിശ്വാസികളെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വലിയൊരു അത്ഭുതം അവർക്ക് വേണ്ടി ചെയ്ത് അവരിൽ പുതിയൊരു പ്രതീക്ഷയോടെ കൂടി തുറന്നു കൊടുക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നത് എത്ര വലിയ തകർച്ചയാണെങ്കിലും ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ ഈ ദൂതിന് ആമേൻ പറയുക. ആ തകർച്ചയെ പോലും ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ കഴിവുള്ള ഒരു ദൈവം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. അവൻ നിങ്ങൾക്ക് മുൻപായി നടന്നു ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ ഉടയ്ക്കുകയും ഇരുമ്പോടാമലുകളെ ഗണ്ണിക്കുകയും നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുകയും ചെയ്യും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞതിനെ സ്വീകരിക്കുക. നിങ്ങൾ തകരുവാൻ അവൻ സമ്മതിക്കുകയില്ല.